മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയ ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു. ഓരോ 50,000 രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 75% ഡിസ്കൗണ്ട്. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ 0% പണിക്കൂലിയിൽ സ്വർണം സ്വന്തമാക്കാം. അലിസൺ ഗോൾഡ് സൂക്ക്, AM മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി വാണിയമ്പലത്ത് പ്രകടനം നടത്തി. വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വൈദ്യുതി ചാർജ് വർധനവ് ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രകടനം. മണ്ഡലം ട്രഷറർ മുബാറക് മുഖ്യപ്രഭാഷണം നടത്തി. വെള്ളക്കര വർധനവിന്റെ പേരിൽ സർക്കാർ ന്യായീകരണം പറയുന്ന 1 ലിറ്ററിന് 1 പൈസയെ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. ഒരു വീട്ടിൽ വെള്ളത്തിന്റെ ഉപയോഗം പറയുമ്പോൾ ഒരു മാസം ഒരു സാധാരണ കുടുംബത്തിന് എത്രയാണ് അതിന്റെ ഉപയോഗം അല്ലെങ്കിൽ അതിന്റെ ചിലവ് വരിക എന്നുള്ളത് ആ വെള്ളം ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം. അതേപോലെ തന്നെ ഓരോ രംഗത്ത് നമ്മൾ നോക്കിയാലും പൊതുജനങ്ങളെ നേർക്കുനേരെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും സർക്കാർ അമിതമായ നികുതി ഭാരം ഏർപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ നമുക്കറിയാം ഇന്ധന വിലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെസ് ഏർപ്പെടുത്തി. സാധാരണ ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന നികുതിയാണ് സർക്കാരിന്റെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത്. പക്ഷേ പണക്കാരായ വലിയ വലിയ തുകകൾ മുടക്കി സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾക്കൊന്നും ആ രീതിയിലുള്ള പ്രത്യേകിച്ച് ബാധ്യതകൾ വരുത്താതെ പാവപ്പെട്ട ജനങ്ങളുടെ മേൽ കൈയിട്ട് വാരുന്ന പോക്കറ്റ് കൊള്ളയടിക്കുന്ന ഒരു പ്രവണതയാണ് സർക്കാർ നടത്തിവരുന്നത്. കെ റസാഖ്, AP അബ്ദു, K അസീസ്, OP അജ്മൽ, CK ജുബൈർ, NT ഷിഹാബ്, അനസ്, KC ബഷീർ എന്നിവർ നേതൃത്വം നൽകി. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. എപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അത് കലർപ്പില്ലാത്ത നമ്മളുടെ ബന്ധങ്ങളാണെന്ന്. അതെ, ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ.